ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിക്ക് വരെ അറിയാവുന്നൊരു ഭാഗമാണ്. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് 2 സംഭവങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷാകാലത്ത് നടന്നത് ഇവിടെ വിവരിക്കുക. 1, മരിപ്പാറായ ദീനം പിടിച്ചൊരു ദാസൻ. 2, മരിച്ച ഒരു മകൻ. ഈ 2 ചരിത്രവും യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷാകാലത്ത് നടന്നു. ആദ്യം നടന്നത് കപ്പർന്നഭൂമിലും പിന്നെ നടന്നത് നയീനിലുമാണ്. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ഈ 2 സംഭവങ്ങളും പരിശുദ്ധാത്മാവ് കുറിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ 1-ാമത്തെ സംഭവം പ്രസംഗിക്കാൻ സമയമെടുക്കുന്നില്ല. കാരണം സമയത്തിന് പരിമിതികൾ ഉള്ളതുകൊണ്ട് നിങ്ങളോട് പറയേണ്ട അത്യാവശ്യം ദൂത് 2-ാമത്തെ സംഭവത്തോട് ബന്ധപ്പെട്ടാണ് ദൈവം സംസാരിക്കുവാൻ പോകുന്നത്. അതിനകത്തുള്ള 3 വാക്യങ്ങളാണ് കർത്തൃദാസി വായിച്ച് കേൾപ്പിച്ചത്. കരയുന്നൊരു സ്ത്രീയുടെ കരച്ചിൽ കർത്താവ് കണ്ടു എന്നാണ് ആ വാക്യം തുടങ്ങുന്നത്. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദം കർത്താവ് കണ്ടു എന്നുള്ളതാണ്. കാണുന്നില്ലെന്ന് നീ വിചാരിച്ച പല കാര്യങ്ങളും കർത്താവ് കാണുന്നുണ്ട്. സ്തോത്രം. ഈ ബൈബിളിൽ 4 സുവിശേഷങ്ങളിലും പ്രവചനങ്ങളിലും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിലും ഒക്കെ പറയുന്ന ചില പദങ്ങളുണ്ട്. കരയുന്നവരുടെ കരച്ചിൽ കണ്ട് കർത്താവ് പറയുന്നുണ്ട്, കരയണ്ട. സങ്കടപ്പെടുന്നവരുടെ സങ്കടം കർത്താവ് കണ്ടിട്ട് പറയുന്നുണ്ട്, സങ്കടപ്പെടണ്ട. ദുഃഖിക്കുന്നവൻ്റെ ദുഃഖം കണ്ടിട്ട് കർത്താവ് പറയുന്നുണ്ട്, ദുഃഖിക്കണ്ട. ഭയപ്പെടുന്നവരുടെ ഭയം കണ്ടിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടണ്ട. ദുഃഖിക്കണ്ട, സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട, ഭയപ്പെടേണ്ട എന്നൊക്കെ പറയാൻ അധികാരമുള്ള ഒരാളേ ഉള്ളൂ. അവൻ്റെ പേരാ ക്രിസ്തു. ശീമോൻ്റെ പടകിൽ ചുമ്മാ കർത്താവ് കയറിയതല്ല. അവൻ്റെ ശൂന്യത കണ്ട് ആ ശൂന്യത എന്ന് മാറുമെന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് ആ പടകെ കയറിയത്. ശ്രദ്ധിച്ച് കേൾക്കണം. സക്കായിയുടെ വീട്ടിൽ യേശു കയറിയത് നീ ഒരു ചതിയനാന്നും നിന്റെ ചതി എന്ന് പൊട്ടുമെന്നും അറിഞ്ഞാണ് കർത്താവ് ആമി സക്കായിയുടെ വീട്ടിൽ കയറിയത്. അലറി ആമി ഒലയുന്ന പടകിൽ യേശു കയറിയത് ആമി നിന്റെ ഭയം എന്ന് മാറുമെന്നറിഞ്ഞോണ്ടാ കർത്താവ് ആ വള്ളത്തിൽ കയറിയത്. അങ്ങനെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ചിലതൊക്കെ തീരാൻ സമയമായി, ചിലതൊക്കെ വെളിപ്പെടാൻ സമയമായി. ഹല്ലേലൂയ. ഞാൻ വചന ശുശ്രൂഷ തുടങ്ങുമ്പം ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് മറവായി ഒന്നുമില്ല. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ട് ചോറ, ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് മറവായി ഒന്നുമില്ല. എബ്രായ ലേഖന കർത്താവ് 4-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവൻ്റെ കണ്ണിന് നഗ്നതും മലർന്നതുമായി കിടക്കുകയാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണിന് ഒരു മറയുമില്ലെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തന്നെ കാര്യം പിടികിട്ടിയിട്ടുണ്ട്. 139-ാം സങ്കീർത്തനം ചമയ്ക്കുമ്പം സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ കോടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിനിടെ കിടക്ക വലിച്ചാൽ നീ അവിടെയുണ്ട്, ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ചു സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കണ്ണെന്നെ കാണും. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിന്റെ ഓരോ മൂമെൻസും ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു.
നീ പറയുന്ന വാക്ക് ദൈവം കേട്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ ചിന്തകൾ ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് എൻ്റെ ദൈവം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അവന് മുമ്പിൽ മറവായി ഒന്നുമില്ല.